കുത്തിയിരിപ്പുണ്ടാക്കും. ചേട്ടാ കുത്തിയിരിപ്പുണ്ടാക്കും ഞാൻ വിചാരിച്ചോളോ. ആ അവിടുന്ന് വണ്ടി കയറി എൻ്റെ ബൈക്കരിപ്പിന് പോയനെ. നമ്മള് പിന്നെ പോയനെ. നാളെ രാവിലെ 11:30 ഉടുപ്പി എത്തിയിട്ട് കാര്യമില്ല. നമ്മൾ പോണത് സ്ഥലങ്ങളും കൂടി കാണണമല്ലോ. ഇന്ന് വയനാട് പറ്റിയ സ്റ്റേ അടിക്കാം. വയനാടല്ല, മീൻസ് കർണാടകയിലെ വയനാട്ടിൽ വലിയ ദൂരമില്ലാതെ വെച്ചാൽ വയനാട്ടിലേക്കല്ല, ഉടുപ്പിയിലേക്ക് വലിയ ദൂരമില്ലാത്ത രീതിയിൽ ഉള്ള സ്ഥലത്ത് സ്റ്റേ അടിക്കാം. രാവിലെ നേരത്തെ ഉടുപ്പി പോവാം. ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 8:30-9 മണി ആവാറായിട്ടുണ്ട്. 9 മണി അവിടെ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഭയങ്കര ബ്ലോക്ക് വരുന്ന വഴിയിൽ. ബ്ലോക്ക് മാത്രമല്ല, വെയിൽ രക്ഷില്ലേ. വെയിലാണ് പ്രശ്നം. പിന്നെ ബ്ലോക്കും വെയിൽ ബ്ലോക്ക് രണ്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അകപ്പെട്ടു വഴിയില്. വയനാട് വഴി പിടിക്കാൻ വെച്ചാൽ വേറൊന്നുമല്ല, മറ്റേ കണ്ണൂർ വഴിക്ക് പോകുകയാണെങ്കിൽ 7.5 മണിക്കൂർ മതി അവിടെ എത്താൻ. ഒരു 8:30 ആകുമ്പോൾ നമ്മൾ ഇവിടെ എത്തും, എന്താ പറയുക, ഉടുപ്പി എത്തും. ഈ വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9.5 മണിക്കൂറിന് മുകളിലേക്കാണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ്. 11:30 ടൈം കാണിക്കുന്നത് അവിടെ എത്തണ സമയം. ഈ വഴി പോയി നോക്കാം, വയനാട് വഴി പോവാം. അപ്പോൾ അതൊക്കെ പോയാൽ മതി, നിദാനമോ പോയാൽ മതി. കണ്ണൂർ, കൊച്ചി, കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ, കോഴിക്കോട് റൈറ്റ് കാണിക്കണേ. NH-17 ബൈപ്പാസ്. വയർക്കാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല ഇനി. അതാ പോലെ വയർക്കുണ്ട്. വയർക്കാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല ഇനി. അതാ പോലെ വയർക്കുണ്ട്. പെട്രോൾ ഫുള്ളാക്കി, നായരുടെ റോമ്പൊന്ന് ഫുള്ളാക്കി. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക, അതാണ് പ്രശ്നം. അത് ലാസ്റ്റ് സോമനും ഉളവും ഷോർട്ട് കട്ടിനാണോ ഇവിടുന്ന്. KSRTC ഒക്കെ മറ്റേ മിസ്സിൽ പോണ എന്തി പോണ. ഡേഞ്ചർ പോണോട്ടാ. തരിക്ക ചെറിയ റോഡ് ആണ്ടാ അറ്റത്ത് കണ്ട. അവിടേക്ക് എത്തണോ? എയറിലാണ് വീട്. കോൺക്രീറ്റ് പില്ലറില്ലാന്നുണ്ടെങ്കിൽ ഏതാ മൂട്. വണ്ടിയൊന്നും കേറണില്ലടാ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ വഴിയില്ലേ. ശരി, കുത്തിയിരിപ്പുണ്ടാക്കും. ചേട്ടാ കുത്തിയിരിപ്പുണ്ടാക്കും ഞാൻ വിചാരിച്ചോളോ. ആ അവിടുന്ന് വണ്ടി കയറി എൻ്റെ ബൈക്കരിപ്പിന് പോയനെ. നമ്മള് പിന്നെ പോയനെ. നല്ല ചൂടുന്ന് തണവിലേക്ക് മാറി തുടങ്ങി. തണുത്തുടങ്ങിയിട്ട് സുഖമുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട്. മറ്റേത് ഉടുപ്പി എത്തണ വരെ ഞാൻ ഉള്ള വെയിലും കൊണ്ട് മനുഷ്യൻ തളർന്നു പോകും. ആ എനർജി അങ്ങോട്ട് തിരിച്ചു കിട്ടി.
നമ്മ നല്ല വളവാന്ന് മാത്രം. ഒരു 100 കിലോമീറ്ററിനോട് വ്യത്യാസം വരുന്നുണ്ട് ആ വഴി ഈ വഴി തമ്മിൽ. പക്ഷേ ഈ വഴി പോണ സുഖം കിട്ടില്ലല്ലോ ആ വഴി പോകുമ്പോൾ. ഇനിയും പോകാനുണ്ടോ? സുൽത്താൻ ബത്തേരി ഒന്നും എത്തിയില്ല, കൽപ്പറ്റനെ എത്തിയില്ലേ. അതിനാണ് എന്നെ കയറി തുടങ്ങിയിട്ടുള്ളൂ. കയറി തുടങ്ങുമ്പോൾ എന്നെ എത്ര തണവെന്ന് തുടങ്ങി. സമയമായില്ല, 5:30 5:00 5:15 സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നുണ്ട് സീതാ ജാവോ. ഇങ്ങനത്തെ എത്തുമ്പോഴാണ് സ്പോർട്സ് ബൈക്കിനോട് ഒരു ഇത് തോന്നുള്ളത്. എന്നിട്ട് പറയാ സ്പോർട്സ് ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. അങ്ങനെ മുട്ടിങ്ങനെ നിലത്ത് വരച്ചിട്ട് പോയിരുന്നു. ഇത് വരയ്ക്കാം, മുട്ട് നിലത്ത് വരയ്ക്കാം, ഒന്നുകൂടിയും കെടുത്തിയാൽ മതി. അപ്പോൾ മുട്ടൊക്കെ നിലത്ത് വരഞ്ഞോളൂ. എല്ലാം മുട്ടരിയും, കൈയിൻ്റെ മുട്ടരിയും, കാലിൻ്റെ മുട്ടരിയും. ഓഫ് റോഡ് ഒന്നു എത്ര ദൂരം ഉണ്ടാണോ? അപ്പോൾ വലിയ കുഴപ്പം ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഏറെക്കുറെ വലുത് തന്നെയാ, കുഴപ്പമില്ല. ബത്തേരി റോഡാ സെമിത്തേരി ആവും തോന്നുന്നു. ആ കാച്ചിറോഡ് യൂണിക്കമ്പാണ് പോക്ക് നോക്കി. ആള് പ്രൊഫഷണൽ റൈഡറാണല്ലോ. ബത്തേരിക്കുള്ള ഷോർട്ട് കട്ടായിരുന്നു തോന്നുന്നുണ്ട് മോനെ. പണി കളി. മൊത്തത്തിൽ വൈബ്രേഷൻ. എൻ്റെ ഞെതിയാണല്ലോ കൊണ്ട് വരുന്നത്. അയ്യോ, അതിൻ്റെ ഉള്ളിൽ പോയാണ്. പൊടി പോകാണ്ടിരിക്കാൻ വേണ്ടി ആ ടാങ്കർ വെള്ളം നനയ്ക്കുന്നതെന്ന് തോന്നുന്നുണ്ടല്ലേ. ഞാൻ വെള്ളം ലീക്കാവുന്നാവും. എന്നിട്ടൊക്കെയാണ് അത് എന്തായാലും പൊടിയില്ലേ, ചെളിയുള്ളോ നിസ്സാരം. ഹേ എവിടേക്ക് പോണ്? ആദ്യം വഴി ഉണ്ടായിട്ടാണോ? ഞാൻ ആദ്യം ഒന്ന് എന്തിൻ്റെ ഇപ്പം കിട്ടും. ആ കൽപ്പറ്റ ടൗണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി എളുപ്പ വഴിയാ മാപ്പ് കിട്ടാന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. ടൗണ് കയറേണ്ടി വന്നില്ലേ. എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം നല്ല റോഡിൽ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓഫ് റോഡ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലേ. ഓഫ് റോഡ് മാത്രം കിട്ടിയിട്ട് നമ്മൾ നല്ല റോഡ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം. ഇതേ പോണു എന്താ റൂം ബുക്ക് ചെയ്തിട്ടില്ലേ? പോകണോ ഇല്ല എവിടെയെങ്കിലും എത്ര ദൂരം പോകണോ അവിടെ റൂം എടുക്കാന്നുള്ള പരിപാടിയാണ്. ഒരുവിധം കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂം എടുക്കാൻ ടൗണോട് കൂടിയിട്ട് അതാണ് പ്ലാൻ. പക്ഷെ അടുത്ത ടൗൺ എന്തോരം ദൂരമുണ്ടെന്ന് അറിയില്ലേ. കൽപ്പറ്റ ടൗൺ കഴിഞ്ഞിട്ടുള്ളൂ. റോഡ് ഫുള്ള് പണിയാ. വലിയൊരു വളവ് വരുന്നുണ്ട്. കാപ്പിത്തോട്ടം എന്തോ അതിന് പാറ കൊണ്ടൊന്ന് വെച്ചതാണോ അവര്?